സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന കഴുകന്മാര്, അതുപോലെ തന്നെ ശവന്തീനികള്, കൊത്തിവലിക്കാൻ വരുന്നവര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപമാനിക്കുന്ന മാധ്യമ പ്രവർത്തകര് ഇന്ന് ചെയ്ത കാര്യം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ണ് നിറഞ്ഞുപോയി. അതായത് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത് ഒരു ആശ്വാസം വാക്കാണ്. അതുവരെ അവിടെ പറയാൻ ആളില്ലായിരുന്നു. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ എല്ലാ ഇതും മാറ്റിവെച്ചുകൊണ്ട് അയാളെ ചേർത്ത് നിർത്തുകയും അതായത് ആ ചുമലിലൊന്ന് വീണ് പൊട്ടിക്കരിയാനുള്ള ഒരു അവസരം അയാൾക്ക് അത് ഒരുപാട് ആശ്വാസമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഇവരെ കളിയാക്കിയിട്ടേ ഉള്ളൂ. അതായത് ഇതുപോലൊരു ദുരന്തം വരുമ്പോഴേ പക്ഷെ അവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള മാതൃകകളും നമ്മൾ പറയാൻ തയ്യാറായിരിക്കണം. ഏതായാലും അവിടെ കണ്ട ആ ഒരു മാതൃക നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വേലായുധനാണോ പേര്? അദ്ദേഹത്തിന്റെ വീട് തന്നെ ഈ കുളത്തിന്റെ രണ്ടാമത്തെ വീട്. വിളിച്ചു നോക്കിയിരുന്നോ നമ്മള്? ആരും കണ്ടിട്ടില്ല എന്നാണ് പറയണത്. രാവിലെ ഇങ്ങോട്ടായിരുന്നോ വന്നിരുന്നത്? ഇല്ല, നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, മക്കളൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ വിളിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല 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 കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരും കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഏറെ സങ്കടകരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തിയ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ് എന്തൊരു മനുഷ്യന്മാരാണ്. അതായത് ദുരന്തമുഖത്ത് നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും ഒരുപോലെയല്ല, അതിനകത്ത് മനസാക്ഷിയുള്ളവരുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാവരും നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കോലം നീട്ടി പോകുന്നേ, അതുപോലെ തന്നെ ഇങ്ങനെ ആക്കുന്നേ. പക്ഷേ മനസാക്ഷിയുള്ളവരുമുണ്ട്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ല, ഫയർ സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് എത്ര ദുരന്തങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും എന്ന് പറഞ്ഞ് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. ഏതോ ഒരു പ്രാചീനത്തെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നിർത്തേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, എത്ര മനുഷ്യരുടെ ജീവിതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കറ. തുച്ഛമായിട്ടുള്ള ചെറിയ കുറച്ച് ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇതാണ്, കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്നതല്ലേ എന്ന്. ഇത്രയും ദുരന്തം വിളിച്ചു വരുത്തുന്ന ഇങ്ങനെയുള്ള ജോലി വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലത്. അതായത് ഇത് ഇങ്ങനെ കുറച്ച് ജോലി കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനെയുള്ള അമിട്ടികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിരോധിക്കുക തന്നെ വേണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളാണ്. അവയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഒരു കട ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോകണം. നമ്മളൊക്കെ ശിവകാശിയിൽ നിന്നും അതുപോലെ തന്നെ കതിരൂർന്നും അങ്ങനെയൊക്കെ പടക്കം കൊണ്ടുവന്നതിന് ശേഷം ചില മാർക്കറ്റുകളിൽ വെച്ചിട്ട് ചെറിയ കടകളിലേക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. അതൊന്നും ഇത്രയും ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തി വെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ്. പിന്നെ പുറ്റിങ്ങൽ അപകടം നിങ്ങൾ കണ്ടതല്ലേ, അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് ഇന്നും മോചിതരായിട്ടില്ല. അതായത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴൊരു പ്രാവശ്യം ഒരു പുറ്റിങ്ങൽ അപകടം നടന്ന ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കിക്കോളൂ, അല്ലെങ്കിൽ മനസ്സിലാകും. അവിടെ അത്രത്തോളം ജനങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വീടുകളിലെല്ലാം വിള്ളൽ ഉണ്ടാകും, അതുപോലെ തന്നെ ജനലുകളും ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് കഷ്ടനഷ്ടതകൾ വരുന്ന ഈ ഒരു സാധനം എന്തിനാണ് പിന്നെയും ഇതുപോലെ ഒരു പരീക്ഷണത്തിന് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരാണ് ഇതിന്റെ പുറകിൽ? ആരാണ് ഇതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള നിങ്ങൾക്കറിയാലോ, ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപകടം നടന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് അപകടം നടന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയോ വെല്ലുവിളിക്കുന്നത് പോലെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ആചാരവെടി വേണമെങ്കിൽ ആചാരവെടി മതി, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശത്ത് ഇത് നടക്കുന്നതാണ്, ഇത് ഏറ്റവും വലുതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതുപോലെയുള്ള പാപങ്ങളുടെ ജീവനാണ് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയിൽ പോകുന്നവരും വലിയ മണിമാളികളിൽ ഇരിക്കുന്നവരും പിന്നെ പൂരത്തിന്റെ കമ്പം ഭയങ്കരമായിട്ടുള്ള ആരാധകരുള്ളവരും അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല മക്കളെ. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ജീവിതം സേഫാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വീടുകളിലും അതുപോലെ തന്നെ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ജോലികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ ഇതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്നവന്റെ ജീവിതമാണ് പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് വൃദ്ധര് വരെ മരിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് ഈ ഒരു ജോലിക്ക് വേണ്ടി പോയതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ആലോചിച്ച് നോക്കണം, എത്ര ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്നിട്ടൊരു ലൈസൻസോ ഒരു കാര്യമോ ഇല്ലാതെ അവിടെ ഇങ്ങനെയുള്ള ഒരു സാധനം പ്രവർത്തിക്കുക എന്തൊരു വിരോധാഭാസമാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്.
ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വണ്ടികൾ അവിടെ വന്ന് നിർത്തിയിട്ട് അവർ ശരിക്കും പറഞ്ഞ സുരക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഇത്രയും വലിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവിടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമീപ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗങ്ങൾ ഒരു 2 or 3 വണ്ടി അവിടെ വന്ന് നിർന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിത്തീരുമ്പോഴല്ലേ അവരൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു നിർദ്ദേശം അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഒരു 2 or 3 ഫയർ എഞ്ചിൻ അവിടെ കൊണ്ടുവന്ന് വെക്കേ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ഫയർ എഞ്ചിൻ ഇല്ലേ? അങ്ങനെയുള്ള ഫയർ എഞ്ചിനെല്ലാം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതായത് ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള മറ്റുള്ള വേല, നെന്മാറ വേല, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വെടിക്കെട്ടുണ്ടാകാറുണ്ട്. അവിടത്തേക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ച് ഫയർ എഞ്ചിനുകൾ വാങ്ങിച്ചു വെക്കുക. വർഷാവർഷം ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഉപയോഗിക്കാൻ തയ്യാറായിട്ട് അവിടെ വെക്കുക. അങ്ങനെയല്ലേ വേണ്ടത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവിടെ വരുന്നത്? ഈ ബോഡി ഇങ്ങനെ പൊറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ എനിക്ക് മനസ്സിലാകാത്തത്. വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇത് എങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്നെ എല്ലാവരും കല്ലെറിഞ്ഞേക്കാം, പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അതായത് പാവപ്പെട്ട കുടുംബത്തിലെ 13 പേരാണ് പോയിരിക്കുന്നത്. അവർക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ കുടുംബങ്ങളുണ്ട്. അവരുടെ ദുഃഖങ്ങൾക്ക് ആര് മറുപടി പറയും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ചേട്ടൻ പടക്കം പൊട്ടിക്കലില്ലേ, ചേട്ടൻ എവിടെയും പോയിട്ട് വെടിക്കെട്ട് കാണാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. ആ നഷ്ടപ്പെട്ടത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാവങ്ങൾക്കാണ്. ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അവിടെ സുരക്ഷ ഒരുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 500-നും 200-നും പണിയെടുക്കുന്നവനല്ല. അവിടെ സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓണറല്ലേ ഒരുക്കേണ്ടത്. എന്നിട്ട് അവിടെ ഒന്നുമില്ല. ആകെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്നതെന്ന് അറിയാം, 2 തൊട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഫയർ എഴുതിയിട്ടുണ്ടാവും, അതിൽ കുറച്ച് പൂഴി ഉണ്ടാകും, അത്രയേ ഉള്ളൂ സുരക്ഷ. ഇതാണ് ഒരു ഫയർ കടയിലെ സുരക്ഷ എന്ന് പറയുന്നത്. അതാണോ വേണ്ടത്? ഒരിക്കലുമല്ല. കൃത്യമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ഇതില്ലാതെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില പടയക്കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സമീപത്തുള്ള എത്ര ആൾക്കാർക്ക് പരിക്കേൽക്കുന്നറിയാം. ഇതിനെങ്ങാനും വല്ല തീയും പിടിച്ചിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള ഒരുപാട് പേർക്ക് ഗുരുതരമായിട്ട് പൊള്ളലേൽക്കും. അതുപോലും നോക്കാതെ മുക്കിന് കൊണ്ടുപോയിട്ട് ലൈസൻസ് അങ്ങ് കൊടുത്തിരിക്കുമല്ലേ. എന്താവശ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെ സന്തോഷിപ്പിക്കാനാണ്? അല്ല ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാനാണ്? എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലായത്. അമിതമായിട്ടുള്ള ലാഭമാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈടാക്കുന്നത് എന്നാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോഴും വിഷുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ട് പൊട്ടുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിൽ ട്രാൻസ്ഫോമർ അവിടെ വെച്ചിട്ടാണ് ഇവർ മാലപ്പടക്കങ്ങളും അതുപോലെ ഗുണ്ട് പോലെയുള്ള സാധനങ്ങളും പൊട്ടിക്കുന്നത്. ഒരു ചെറിയൊരു തീ വീണാൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ താമസിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്. ഏതായാലും ഇനിയെങ്കിലും മനുഷ്യന്മാർക്ക് ബുദ്ധി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങളെ അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇനി അനുവദിക്കണമെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടിയിട്ട്, ഏതായാലും ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ലക്ഷം കൂടി നിങ്ങൾ മുടക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.